ഇന്നത്തെ പരിപാടി നമ്മൾ തമ്പ്ലയിൽ കണ്ട പോലെ തന്നെ റൂം ക്ലീനിങ് ആണ്. റൂം ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. 2 റൂമാട്ടോ, ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. മെയിനായിട്ട് അലമ്പായിട്ടുള്ളത് ടേബിളും അതേപോലെ ബെഡുമാണ്. അപ്പോൾ അതേ ബെഡിൽ ആട്ടോ, പിന്നെ കുറേ അലമ്പാന്ന് പറഞ്ഞാൽ കുറേ അലമ്പ്. ഇത് ടേബിളിൻ്റെ കോലം ഒത്തിരി അടുക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ അടുക്കി വെക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റാൻഡാട്ടോ കൊണ്ടുവച്ചത്. അങ്ങനെ കുറേ സാധനം കൊണ്ടുപോയി ഞാൻ ബെഡിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. കുറേ സാധനം വെക്കാനുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി വെച്ചു. അപ്പം അത് എല്ലാം കൂടെ ബെഡിലോട്ടാട്ടോ ഇട്ടത്. പിന്നെ പകുതി സാധനം മുക്കാൽ സാധനം കൊണ്ട് വെച്ചു. പിന്നെ കുറച്ച് സാധനം കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ ഞാൻ കൊണ്ട് വയ്ക്കുകയാണ്. പിന്നെ ഉള്ളത് ഒരു ഗ്രിഡും അതേപോലെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും ആണ്, അതും കൂടെ ഞാൻ കൊണ്ട് വെച്ച് കൊടുത്തു. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബെഡിൻ്റെ കോലം ഇതാണ്. കുറേ സാധനം ഇത് നമ്മൾ ഫുള്ള് ടേബിളിൽ നിന്നാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു സ്റ്റാൻഡിൻ്റെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഒരു കാല് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് ഊരി വെച്ചിട്ട് പിന്നെ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഷെല്ലാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ബീച്ചിൽ നിന്ന് പെറുക്കിക്കൊണ്ട് വന്ന ഷെല്ലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് സ്റ്റാൻഡ് നീക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ ഷെല്ല് വെച്ച് കൊടുത്തു. പിന്നെ അടുത്തത് ഒരു ബോക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതൊരു ബോക്സ് ആട്ടോ, ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ബോക്സ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തു. അതിന് സ്കുഷി വെക്കാമെന്ന് വെച്ചിട്ടായിരുന്നു, പക്ഷേ 2 സ്കുഷി ഉണ്ട്, പക്ഷേ ഒന്ന് കാണാതെ പോയതുകൊണ്ട് ഞാനൊരു സ്കുഷി മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ആ സ്കുഷി വെക്കുന്ന ആ ബോക്സായിട്ട് ഞാൻ അതെടുത്തിട്ട് മേളിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഇതേപോലെയുള്ള കല്യാണക്കുറികൾ അതൊക്കെ ഞാൻ വെഡ്ഡിങ് കാർഡ്സ് അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു. അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഞാൻ ജേണലൊട്ടിക്കും. പിന്നെ ഈ ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്, പെയിൻറ്റ് ബോട്ടിൽസ്. അത് എല്ലാം തീർന്നു, അതിൻ്റെ കുറച്ചേ ഉള്ളൂ. ഒരു 2 ബ്ലൂവും 1 ഗ്രീനും 1 റെഡും 1 വൈറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലാക്കും ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തീർന്ന് വാങ്ങിക്കണം, അതെല്ലാം തീർന്നിരിക്കുക. അപ്പോൾ അതിൽ ഉള്ളത് ഞാൻ എടുത്ത് ആ സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ അടുത്തതുള്ളത് ഇതേപോലെ പുതിയ കുറച്ച് കട്ടറും റബ്ബറും ഒക്കെയാണ്. അതൊക്കെ ഞാൻ എടുത്ത് ഒരു ബോക്സ് ഇതിൻ്റെ ഫാബ്രിക്സിൻ്റെ ഒരു ബോക്സിനകത്താക്കിയിട്ട് പെയിൻറ്റ് ബോട്ടിൽ ഒക്കെ വയ്ക്കുന്ന ബോക്സായിട്ട് അതിനകത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഉള്ളത് എൻ്റെ കുറച്ച് ബോക്സ് കളക്ഷൻസാണ്. കുറച്ചും കൂടെ ഉണ്ട്, പക്ഷെ അതൊക്കെ അപ്പാർത്തായതാണ്. ഉള്ളതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും വാങ്ങിക്കുന്നതാണ്, കളക്ഷനായിട്ടൊന്നും വാങ്ങിക്കുന്നതല്ല, എല്ലാ വർഷവും വാങ്ങിക്കുന്ന കൂടെ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ അടുത്ത ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതേപോലെ കുറച്ച് കളർ പെൻസിൽസാണ്, അതും കൂടെ ഞാൻ മുകളിലോട്ട് വെച്ച് കൊടുത്തു. ഇനി അടുത്തത് സൈഡിലായിട്ടാണ് വയ്ക്കാനുള്ളത്. അതിൽ ഞാൻ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഫസ്റ്റ് അത് ആ ഒരു സൈഡിൽ സ്റ്റാൻഡിൻ്റെ സൈഡിൽ വയ്ക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതാട്ടോ. ഇനി നമുക്കിതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇടാം. അപ്പം ഇത് 3 റോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഞാൻ മാർക്കേഴ്സൊക്കെയാണ് എടുത്ത് വയ്ക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ എടുത്ത് വെച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിലോട്ട് വെക്കാമെന്ന് കരുതിയിട്ട് ബാക്കിലത്തെ റോയിലോട്ട് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ വയ്ക്കുന്നത് ഇതേപോലെ കുറച്ച് ക്യൂട്ട് പെൻസിൽസ് ഉണ്ട്, അതേപോലെ പെന്നുണ്ട്, അതൊക്കെ വയ്ക്കും. ഈ ഒരു പെന്ന് നല്ല പെന്നാട്ടോ, നല്ല അടിപൊളി പെന്നാണ്, ജെൽ പെന്നാണ്, നല്ല സ്മൂത്തായിട്ട് എഴുതാനൊക്കെ പറ്റുന്ന ഒരു പെന്ന്. പിന്നെ ഒരു മൂവിൻ്റെ പെന്ന്, പെൻസിലും പേനയും ഒക്കെ ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ 2 പെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. ഇത് പെന്നും ഇത് പെൻസിലും ആട്ടോ, ഒരു സ്പേസ് ട്രാവൽ അത്രയും ഒരു പെൻസിൽ വെച്ച് കൊടുത്തു. പിന്നെ അടുത്തത് ഉള്ളത് വയ്ക്കാമെന്ന് കരുതിയത് ഗ്ലൂ ആണ്. ഗ്ലൂ ഞാനൊരു ഇതേപോലെ സൈഡുണ്ട്, അപ്പോൾ അങ്ങോട്ട് വെക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോഴത്തെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. പിന്നുള്ളത് ഇതേപോലെ ലൈറ്റർ, ഇത് നമ്മളിങ്ങനെ ജേണലൊക്കെ ചെയ്യുമ്പോൾ സൈഡിലിങ്ങനെ കത്തിച്ചിട്ട് ചെയ്യത്തില്ല, അപ്പോൾ അത്രയും ജേണൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്കെയിലും 3 സിസേഴ്സും ആണുള്ളത്, അത് ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അതും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിസർ ഭയങ്കര വലുതായതാണ്, ഞാൻ താഴോട്ട് പോയായിരുന്നു. പിന്നെ ഒരു നോട്ട് പാഡ് വെച്ച് കൊടുത്തു, സ്റ്റാപ്ലെയർ വെച്ച് കൊടുത്തു. പിന്നെ ടേപ്പാണ് വെച്ച് കൊടുക്കുന്നത്, ഒരു ബ്ലാക്ക് ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പും കൂടെ വെച്ച് കൊടുത്തു. അതും ഞാൻ പിന്നെ സ്റ്റാൻഡിൻ്റെ സൈഡിലോട്ടായിട്ടാണ് വെച്ച് കൊടുത്തത്. പിന്നെ അടുത്തതെന്ന് പറയുന്ന ഒരു പിൻട്രസ്റ്റി സ്റ്റൈലിലുള്ള ഒരു സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പേപ്പർ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കിയതാട്ടോ.
ഒരു സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് ഞാൻ സ്റ്റൂൾ ഉണ്ടാക്കി. പിന്നെ ഇതൊരു പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയാണ്. ഈ നമ്മൾ വാങ്ങിക്കുന്ന ക്ലേ അതേപോലെ കളിമണ്ണും ഒന്നുമല്ല കേട്ടോ, സാധാ മണ്ണ്, ഉറുമ്പിൻ്റെ കൂടിലൊക്കെ ഉണ്ടാകുന്ന ആ മണ്ണെടുത്തിട്ട് ഞാൻ വെള്ളം വെച്ച് ഉണ്ടാക്കിയതാണ് ഒരു പൂ. അതിനിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് അത് സൈഡിലോട്ട് വെച്ച് കൊടുത്തു. അത് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് അവിടെ നിന്ന് മാറ്റി വേറെ സൈഡിലോട്ട് വെച്ചു. വീട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കുറച്ച് പെൻസിൽ കളക്ഷൻസാണ്. ഇത് ബെഡാ ബസാറിൽ പോയപ്പം ബൈ 1 get 1 ഫ്രീക്കൊക്കെ കിട്ടുന്ന പെൻസിൽ കുറേ ഇങ്ങനെ കിട്ടുമ്പം അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പം 2 പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ 2 ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് സൈഡിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഗ്രിഡ്, ആ ഗ്രിഡ് ഇത്ര ഒരു ഇതും പേപ്പർ റോള് വെച്ച് വേസ്റ്റ് പേപ്പേഴ്സൊക്കെ വെച്ച് റോൾ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അത് ഞാൻ ആദ്യം ഒന്ന് വെച്ചു, പക്ഷെ അത് വെച്ചിട്ട് പിന്നെ ശരിയായിട്ടില്ല. പിന്നെ തിരിച്ച് വെച്ച് കൊടുത്തു. പിന്നെ അടുത്തത് അപ്പോഴാണ് ഞാൻ കണ്ടത് ആ സ്റ്റൂള് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് മാറ്റിയിട്ട് ഞാൻ ആ ഗ്രിഡിൻ്റെ അടുത്തോട്ട് വെച്ചു. ഈ ഗ്രിഡ് വന്നപ്പം കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചു. പിന്നെ എൻ്റെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്തു. ഫസ്റ്റ് മുമ്പേ കാണിച്ച പോലെ ഒരു മാന്ത്രികത്തണ്ട് പോലത്തെ ഒരു സാധനം, അത് ശിവരാത്രിക്ക് അങ്ങോട്ട് വാങ്ങിച്ച് അതും കൂടെ വെച്ച് കൊടുത്തു. അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഒരു ലാമ്പാണ്, അതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഒരു മെലഡി, കുറോമി മെലഡി ആ ഒരു സ്റ്റൈലിൽ ഒരു ലാമ്പ് ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തു. പിന്നെ 2 ക്യൂട്ട് ആയിട്ടുള്ള 2 ടോയ്സ് ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. പിന്നെ ഫാന്, അതിങ്ങനെ ചൂടെടുക്കുമ്പോൾ വലിയ കാറ്റൊന്നുമില്ല, എന്നാലും വെച്ച് കൊടുത്തു. പിന്നെ റുബിക്സ് ക്യൂബ്, അതിനകത്ത് കുറേ സൈഡൊക്കെ പോയി. പിന്നെ ഒരു ലാമ്പ് അത് കത്തത്തില്ല. പിന്നെ ഇതേപോലെ ഒരിടത്ത് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മഷ്റൂമില്ല ബൾബ് വെച്ചിരിക്കുന്നത്, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അത് എടുത്ത് വെച്ചു. പിന്നെ ഈ ഒരു ട്രെയിലോട്ട് ഞാൻ ഓരോന്നായിട്ട് വെച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ മഷ്റൂം വെച്ചു. പിന്നെ 2 ക്യൂട്ട് ആ ടോയ്സ് വെച്ചു കൊടുത്തു. പിന്നെ ഒരു ലാമ്പ് വെച്ചു. പിന്നെ ഫാൻ അത് വെച്ച് കൊടുത്തു. പിന്നെ റുബിക്സ് ക്യൂബ് വെച്ച് കൊടുത്തു. പിന്നെ ആ ഒരു വലിയ ലാമ്പ്, കത്തുന്ന ഒരു ലാമ്പുണ്ട്, ആ കുറോമിയുടെ ലാമ്പും കൂടെ വെച്ച് കൊടുത്തു. അത് വെച്ച് കുറച്ച് പിന്നെയും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു മാന്ത്രികത്തണ്ട് പോലത്തെ സാധനം കൂടെ അതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ തിരിച്ച് വെച്ചു കേട്ടോ, ഗ്രിഡ് കാര്യം പിന്നെ ഒരു വലിയ ഭംഗി തോന്നിയത് കാരണം ഞാൻ തിരിച്ച് വെച്ചു. പിന്നെ ഒരു ബോക്സിൻ്റെ സൈഡിലോട്ടാക്കിയിട്ട് അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത വേസ്റ്റ് ബാസ്ക്കറ്റാണ്, അത് നിറച്ച് സാധനമുണ്ട്, ഞാൻ കാണിച്ചില്ല. എന്നിട്ട് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെയാണ് ആലോചിച്ചത് ഈ ബുക്ക് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന്. പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ മാറ്റി അതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ച് കൊടുത്തു. പിന്നെ അടുത്തത് ഉള്ളത് ഈ ഒരു സ്റ്റാൻഡും ഞാൻ അതേപോലെ തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതും കൂടെ സൈഡിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എവിടെ വെച്ചിട്ട് അതും കൂടി ശരിയാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ സൈഡിലോട്ട് ചിരിച്ചിട്ട് ആ ഒരു ട്രേ ഞാൻ ചിരിച്ചിട്ട് വെച്ച് കൊടുത്തു. എവിടെ വയ്ക്കണം എനിക്ക് അവിടെ ഉണ്ട്. പിന്നെ ട്രേ ഒക്കെ ചിരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് ഞാൻ കയറ്റി വെച്ച് കൊടുത്തു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു വലിയ ആർട്ട് സെറ്റാണ്. അതെനിക്ക് ഗിഫ്റ്റ് തന്ന കേട്ടോ. അപ്പം അത് നെയ്ബർ ഉണ്ടായിരുന്നു, അവർ ഗിഫ്റ്റ് തന്നതാണ്. ഈ ഒരു വലിയ കളറിങ് സെറ്റ് തന്നെ ഉണ്ട്, അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയുണ്ടെന്ന്. ഇത് ഒരു വലിയുടെ മാർക്കേഴ്സൊക്കെ ഉണ്ട്, പിന്നെ സ്കെയില്, പെൻസില്, ഇറേസറ്, പിന്നെ താഴത്തേത് ക്രയോണ്, ഓയിൽ പേസ്റ്റ്, കളർ പെൻസില്, പിന്നെ വാട്ടർ കളറ്, കത്രിക ഉണ്ടായിരുന്നു പൊട്ടിപ്പോയി, പിന്നെ സ്റ്റാപ്ലറും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ച് കൊടുത്തു. പിന്നെ ആ ഒരു കളറിങ് സെറ്റ് ഞാൻ ഈ ഒരു നമ്മുടെ ബ്ലൂ സ്റ്റാൻഡിൻ്റെ പുറകിലോട്ട് കയറ്റി വെച്ച് കൊടുത്തു. അത് പിന്നെ വലിച്ചിട്ട് അത് വെച്ച് കൊടുത്തു. പിന്നെ ഇതേപോലെ ഒരു ഡ്രോയറും ഒരു ക്യാൻഡിലും ഉണ്ട്. ഇത് നല്ല മണമുള്ള ക്യാൻഡിലാട്ടോ, ലാവൻഡറിൻ്റെ മണമുള്ളൊരു ക്യാൻഡിൽ വെച്ച് കൊടുത്തു. പിന്നെ ഇതേപോലെ ഡ്രോയറുടെ ഇതിന് വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ അടുത്തതുണ്ടായിരുന്നത് ബെഡാണ്. ബെഡ് ഇത് കുറേ സാധനങ്ങൾ വയ്ക്കാനും മാറ്റാനും ഒക്കെ. പിന്നെ ക്രയോൺസ് ഉണ്ടായിരുന്നു വയ്ക്കാൻ, അതേപോലെ ബുക്കും, കളറിങ് ബുക്കും, അതേപോലെ ഡ്രോയിങ് ബുക്കും അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇതൊരു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പെൻസിലാണ്, വെച്ച് കഴിഞ്ഞാൽ കാർഡ്ബോർഡ് റോളും കൊണ്ട് ഉണ്ടാക്കിയ പെൻസിലാണ്. അതും കൂടെ ഞാൻ എടുത്ത് അത് പോയി വെച്ചു കൊടുത്തു. പിന്നെ ചാർജറ്,
പിന്നെ അതെ ഇത് നമുക്ക് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കാം. അതും വെഡ്ഡിങ് കാർഡ്സിൽ നിന്ന് എടുത്തതാണ്. ഇത് ചാർട്ട് പേപ്പർ, അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഉള്ള സാധനമാണ് ഇതേപോലെ കുറേ ആ ഡ്രോയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ തീപ്പെട്ടിയുടെ കൊള്ളികളാട്ടോ, അതും കൂടെ ഞാൻ കളഞ്ഞില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു സ്ക്വിഷിയൊക്കെ ഉണ്ടാക്കാൻ പഞ്ഞി, പിന്നെ ബെഡിൻ്റെ ഇടയ്ക്കുള്ള പത്രം, കുറേ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബെഡും കൂടെ ഇനി ക്ലീൻ ചെയ്താൽ മതി. അത് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തരാം. ആദ്യം ചെയ്ത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ഫോൺ ഓഫ് ആയില്ല, അത് കാരണം പിന്നെ രണ്ടാമത് ഒന്നും കൂടെ ചെയ്ത് റെഡിയാക്കി. അങ്ങനെ അതേ ബെഡൊക്കെ റെഡിയായി. ഇനിയും അങ്ങനെ എൻ്റെ കർട്ടനൊക്കെ കാണിച്ചു. ഇനിയുള്ളത് താഴെയാണ്, ഉള്ള വേസ്റ്റ് മൊത്തം ഞങ്ങൾ ഇട്ടത് താഴെയാണ്. അപ്പം അതും കൂടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയപ്പോൾ നമ്മുടെ റൂം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതേ ബെഡ് റെഡിയായി, അതേപോലെ ടേബിൾ റെഡിയായി, ഒക്കെ റെഡിയായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും